തിരുവനന്തപുരത്ത് ആരായിരിക്കും മേയർ? ഇക്കാര്യത്തിൽ BJP-യിൽ ഇപ്പോഴും ഒരു തീരുമാനമായില്ല. നേരത്തെ VV രാജേഷ് തന്നെയായിരിക്കും മേയർ എന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ വീണ്ടും BJP-യുടെ നേതൃയോഗം നടക്കുകയാണ്. ഈ നേതൃയോഗത്തിന് ശേഷം തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തു തന്നെയായാലും കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. 26-നാണ് മേയർ തെരഞ്ഞെടുപ്പ്. CPM ശിവജിയെ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സ്വതന്ത്രനെ പിന്തുണയ്ക്കുകയോ അങ്ങനെ എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തു തന്നെയായാലും ആരായിരിക്കും BJP-യുടെ മേയർ എന്നാണ് ഇപ്പോൾ പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ആദ്യമായാണ് BJP തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചെടുക്കുന്നത്. ഈ ഭരണം BJP-യെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് അവരുടെ രാഷ്ട്രീയ നീക്കത്തിനുള്ള ഏറ്റവും വലിയൊരു ചുവടുവെപ്പാണ്. തിരുവനന്തപുരത്ത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഭരണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ആ ആറ്റിറ്റ്യൂഡിൽ മാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് BJP പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ചുള്ള നിരവധി പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന് അനുസൃതമായ ഒരു നേതൃത്വമായിരിക്കണം സഭാ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേയറായിട്ട് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ, കോർപ്പറേഷൻ ഭരണത്തെ നയിക്കാൻ വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. ഒന്ന്, പ്രധാനമായും ശ്രീലേഖയെ തന്നെ മേയറാക്കി പ്രതിഷ്ഠിക്കണം എന്ന ആവശ്യം ശക്തമായിട്ട് ഉയരുന്നുണ്ട്. അതിന്റെ പിറകിലുള്ള ചേതോവികാരം അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പലരും ശ്രീലേഖ വന്നോട്ടെ, ശ്രീലേഖയെ പോലെ ഒരാൾ വേണം തലസ്ഥാനത്ത് മേയറാവാൻ, അവരൊരു IPS-കാരിയാണ്, മുതിർന്ന IPS-കാരിയാണ്, DGP ആയിരുന്ന ആളാണ് എന്നുള്ളൊക്കെ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് പൊതുവെ വരുന്നത്. ഇതോടൊപ്പം തന്നെ ഒരേ വിഷയത്തിൽ തന്നെ രണ്ട് രീതിയിലാണ് BJP ചിന്തിക്കുന്നത്. മേയർ ആരാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മേയർ ഇന്ന ആളാവണം അല്ലെങ്കിൽ മറ്റൊരാളാവണം എന്ന് പറയുന്ന അതേ പോയിന്റിൽ തന്നെ രണ്ട് അഭിപ്രായം വന്നിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും സ്ത്രീകളായാൽ അത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പല BJP അനുഭാവികളുടെയും നേതാക്കന്മാരുടെയൊക്കെ കൈകളിൽ നിന്ന്, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനമൊക്കെ, സംസ്ഥാന ഭരണമൊക്കെ CPM-ന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് കോർപ്പറേഷനിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ നല്ല ഭരണപരിചയമുള്ള, രാഷ്ട്രീയ നൈപുണ്യമുള്ള ആളുകൾ തന്നെ വരണം. അതോടൊപ്പം തന്നെ മേയറായിട്ട് വളരെ ഇമേജുള്ള ആളെന്ന നിലയിൽ ശ്രീലേഖ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് വനിതാ സംവരണം ഡെപ്യൂട്ടി മേയർ തസ്തികയിലേക്കാണ്. അങ്ങനെ വരുന്ന സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാകും. അങ്ങനെ വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സങ്കീർണതകളൊക്കെ നിൽക്കുന്ന സമയത്ത്, പരമായ സങ്കീർണതകളൊക്കെ നിൽക്കുന്ന സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും സ്ത്രീകളായാൽ അത് കൊണ്ടു നടത്താൻ വലിയ പാടാകും, പ്രായോഗികമായി വലിയ പാടാകും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം. ഈ ഒരു പരിഗണനയാണ് VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഒരു പ്രധാനമായ കാരണമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മറിച്ചൊരു വാദം വരുന്നത്, BJP-യെ സംബന്ധിച്ചിടത്തോളം BJP സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏതു പദവിയും എടുക്കാൻ കഴിയും എന്നുള്ള നിലപാട് തന്നെയാണ് സംഘടനാപരമായിട്ട് RSS-ന്റെയും BJP-യുടെയും അവരെ വെച്ച് പുലർത്തുന്നത്. മേയർ ആയാലും ഡെപ്യൂട്ടി മേയർ ആയാലും രണ്ടും സ്ത്രീകൾ തന്നെ വന്നാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ തന്നെ അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ, ദേശീയ തലത്തിൽ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ BJP-ക്ക് കഴിയും എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രനെ CPM മേയറാക്കി. CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ ഉദ്ദേശിച്ചിരുന്ന മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ കരുതി വച്ചിരുന്ന പല വനിതാ നേതാക്കളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത്. പക്ഷെ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് അതിന്റെ മേലിൽ മുതലെടുപ്പ് നടത്താൻ CPM നേതൃത്വം ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ഇമേജ് ബിൽഡിംഗ്, ഒരു PR എക്സസൈസ് അതിന്റെ പേരിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ശ്രീലേഖയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചലനം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. കേരളത്തിലെ
മധ്യവർഗത്തെയും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രീരേഖയെ പോലുള്ള ഒരു IPS ഉദ്യോഗസ്ഥ, മുതിർന്ന IPS ഉദ്യോഗസ്ഥയെ ഭരണതലത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരു വിഭാഗം പറയുന്നു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും, അതായത് ഒരു വനിതാ മേയർ, ഡെപ്യൂട്ടി മേയർ വനിത, അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമായിട്ട് BJPയെ ഉയർത്തിക്കാണിക്കാൻ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് കഴിയും എന്ന ഒരു വാദമാണ് ഒരു ഭാഗത്ത് വരുന്നത്. മറുഭാഗത്ത് BV രാജേഷിനെ എന്തുകൊണ്ട് മേയറാക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് BV രാജേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് എല്ലാവർക്കും രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്നത്. കാരണം താഴേക്കിടയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വളരെ സജീവമായി വർക്ക് ചെയ്ത സമര പോരാട്ടങ്ങളൊക്കെ നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ CPMന്റെ അഴിമതിക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ നിരവധി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സംഘടനാ പ്രവർത്തനം സജീവമായി പ്രവർത്തിക്കുകയും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും BJPയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 ലോക്സഭാ മണ്ഡലത്തെ വിജയത്തിലേക്ക് അടുത്തെത്തിച്ച അത്രയധികം വോട്ട് സമാഹരിച്ച ജില്ലയുടെ പ്രസിഡന്റ് എന്ന നിലയിലും രാജേഷ് നടത്തിയ ആ പ്രവർത്തനങ്ങൾ പരിഗണിക്കാതിരിക്കരുത്. കാരണം അത് രാജേഷിനോട് മാത്രമുള്ള അനീതി അല്ല, മറിച്ച് അത് സംഘടനാ പ്രവർത്തനത്തിന് കാണിക്കുന്ന ഒരു അവഗണനയായിരിക്കും എന്നാണ്. കാരണം പെട്ടെന്ന് പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾ തന്നെ IASഉം IPS ഒക്കെ എടുത്ത് റിട്ടയർ ചെയ്ത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ മുഴുവൻ അവർ സർക്കാരിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളൊന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുകയും പിന്നീട് രാഷ്ട്രീയത്തിൽ വരികയും, അത് BJP അധികാരത്തിലെത്തിയ സമയത്ത് രാഷ്ട്രീയത്തിൽ വരികയും, അതും വളരെ വൈകിട്ട് ഒരാൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്നു, ആ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമോ നടത്തുന്നില്ല. അങ്ങനെ ഒരാൾ ജോലി കിട്ടിയ ഉടനെ പാർട്ടിയിലേക്ക് വരുന്നു. ഇവിടെ ജോലി വിരമിച്ചിട്ടും വളരെ വർഷം കഴിഞ്ഞാണ് ശ്രീലേഖ വന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസരവാദപരമായ നിലപാടെടുക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ കേരളത്തിലെ BJP വളരെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ വന്നതാണ്, എതിർപ്പുകളിലൂടെ വന്നതാണ്. അപ്പൊ അങ്ങനെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും നിരവധി ആളുകൾ കേസിൽപ്പെടുകയും പലർക്കും ജോലി നഷ്ടപ്പെടുകയും അങ്ങനെയുള്ള ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ നേടി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് വളർന്നു വന്ന ഒരു നേതൃത്വം, ആ നേതൃത്വം ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറെ ആളുകൾ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പരാതി വളരെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇടത്തും വലത്തും 2 ക്രിസ്ത്യാനികളാണ് ഇരിക്കുന്നത്. എന്നിട്ടും ക്രിസ്ത്യൻ വോട്ടുകളൊന്നും സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണങ്ങളൊക്കെ തന്നെ പല മാധ്യമങ്ങളിലും ഉയർത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മേയർ കൂടി പുതുതായിട്ട് വന്ന ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത്, ആ പദവി കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ആലോചിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം അത് BJPയെ ഒരു കൺഫ്യൂഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ആളുകൾ തമ്മിലുള്ള ഒരു തർക്കമല്ല, 2 സമീപനങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. കാരണം ഒരു ഭാഗത്ത് പറയുന്നത് പൊതുജനത്തെ മുഴുവൻ ആകർഷിക്കുന്ന രീതിയിൽ നല്ല മുഖങ്ങളെ കൊണ്ടുവരണം എന്ന് പറയുന്നു, മറുഭാഗം പറയുന്നു പാർട്ടി പ്രവർത്തകർ അവരാണ് പാർട്ടിയുടെ ആത്മാവ്, അവരാണ് പാർട്ടിയുടെ അടിത്തറ, അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ 2 സംഘർഷങ്ങൾ BJPക്കകത്ത് നടക്കുകയാണ്. അതുകൊണ്ട് BJP നേതൃത്വത്തിന് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കണ്ണൂരിലെ നേതൃയോഗത്തിന് ശേഷം വീണ്ടും കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പൊ 2ന്റെയും പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ BJPക്ക് തിരുവനന്തപുരത്ത് ഒരു മേയറെ തിരഞ്ഞെടുക്കാൻ, ആരായിരിക്കണം മേയർ എന്ന് തീരുമാനിക്കാൻ BJP കഴിയൂ. ഇപ്പോഴും BJPക്ക് പൂർണ്ണമായിട്ടും ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം 100-ൽ 50 പേർ മാത്രമാണ് BJPക്കാരുള്ളത്. ഒരു സ്വതന്ത്രൻ BJPയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് BJPക്ക് ഇനി വിഴിഞ്ഞത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും 51 അംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു പശ്ചാത്തലം ഒരു ഭാഗത്തിരിക്കുന്ന സമയത്താണ് മറുഭാഗത്ത് ആരായിരിക്കണം മേയർ എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കകത്ത് ഒരു ആശയക്കുഴപ്പം തുടരുന്നത്.